എല്ലാവർക്കും നമസ്കാരം. ജോഗ്രഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ജോഗ്രഫിയിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ എക്സ്പെൻഡിച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചറിനെ വാട്ട് ഈസ് എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് തന്നെ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചേഴ്സ് പറഞ്ഞു. ദെൻ നമ്മുടെ റവന്യൂവുമായിട്ട് റിലേറ്റ് ചെയ്ത് വാട്ട് ഈസ് റവന്യൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് ഉള്ള റവന്യൂ സോഴ്സസിനെ കുറിച്ച് പറഞ്ഞു. ടാക്സുകളാണ് റവന്യൂ സോഴ്സസ് എന്ന് പറഞ്ഞു. ദെൻ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സസ് ആയിട്ടുള്ള ടാക്സ് റവന്യൂ എന്താണ് എന്നുള്ളതാണ്. ആൻഡ് ഡീറ്റെയിൽ ഇൻഫോർമേഷൻ അബൌട്ട് എ ടാക്സ് റവന്യൂ, നമ്മുടെ ടാക്സ് റവന്യൂവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Then our taxes are mainly classified as two. പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് നമ്മുടെ ടാക്സസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്റ്റ് ടാക്സ്, ഒന്നാമത്തേന് നമ്മൾ വിളിക്കുന്ന പേര് ഡയറക്റ്റ് ടാക്സ് എന്നാണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് ഇൻഡയറക്റ്റ് ടാക്സ്, രണ്ടാമത്തേന് നമ്മൾ വിളിക്കുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ്. സോ ഫസ്റ്റ്ലി നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ്. എന്താണ് ഡയറക്റ്റ് ടാക്സ്? നമ്മൾ മലയാളത്തിലെ പ്രത്യക്ഷ നികുതി എന്ന് പറയും. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പരോക്ഷ നികുതി എന്നൊക്കെ പറയും. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനൊരു എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് പറയാം. ലാൻഡ് ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. നമ്മളെല്ലാവരും കോമൺ ആയിട്ട് പേ ചെയ്യുന്ന ഒരു ടാക്സ് ആണ് ലാൻഡ് ടാക്സ്, അല്ലെങ്കിൽ ഭൂനികുതി എന്ന് പറയും, ലാൻഡ് ടാക്സ്. ആൻഡ് ദിസ് ലാൻഡ് ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. അതായത് ടാക്സ് ആരിലാണോ ഇമ്പോസ് ചെയ്തിരിക്കുന്നത് അയാൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ടാക്സ് അടയ്ക്കുന്നത്. സോ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹിയർ ദ ബർഡൻ ഓഫ് ദ ടാക്സ് ഈസ് ബേൺ ബൈ ദ സെയിം പേഴ്സൺ ഓൺ ഹൂം ടാക്സ് ഈസ് ഇമ്പോസ്ഡ്. അതായത് ടാക്സ് അടയ്ക്കുന്ന ആരോ, അതായത് ടാക്സ് ഇമ്പോസ് ചെയ്തിരിക്കുന്ന ആരോ അയാൾ തന്നെ ടാക്സ് അടയ്ക്കുമ്പോൾ ആ ടാക്സിന്റെ ബേർഡൻ എത്രയാണോ, ടാക്സ് എത്ര രൂപ വലുതാണെങ്കിലും ടാക്സ് അടയ്ക്കുന്ന ആൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ച് ഒരു കൺസേൺ ആയിരിക്കണം. കാരണം വലിയ ടാക്സ് ആണെങ്കിൽ അയാൾക്ക് അത്രയും രൂപ ചിലവാകും, ചെറിയ ടാക്സ് ആണെങ്കിൽ അത്രയും കുറച്ചേ ചിലവാകും. ഇപ്പൊ കൂടിയാൽ അത്രയും കൂടുതൽ അടയ്ക്കണമെന്നും കുറഞ്ഞാൽ അത്രയും കുറച്ച് അടച്ചാൽ മതിയെന്നും. അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയേണ്ടത് ആര് തന്നെയാണ്? ദ പേഴ്സൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. ആരിലാണോ ആ ടാക്സ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് അയാൾ തന്നെയാണ് അതിനെക്കുറിച്ച് ബോധേഡ് ആയിരിക്കുന്നത്. സോ ദീസ് കൈൻഡ് ഓഫ് ടാക്സസ് ആർ കാൾഡ് ഡയറക്റ്റ് ടാക്സ്. അത്തരത്തിലുള്ള ടാക്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ടാക്സ് ആരിലാണോ ഇമ്പോസ് ചെയ്തിരിക്കുന്നത് അയാൾ തന്നെ ഡയറക്റ്റ് ടാക്സ് അടയ്ക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ടാക്സ്. ആൻഡ് ദ ടാക്സ് ബർഡൻ ഈസ് ഫെൽറ്റ് ബൈ ദ ടാക്സ് പെയർ. അതെന്തെന്ന് വെച്ചാൽ ടാക്സ് അടയ്ക്കുന്ന ആൾ തന്നെ അതിന്റെ ബർഡൻ എന്ത് ചെയ്യണം, തിരിച്ച് അറിഞ്ഞിരിക്കണം. Then the unique feature of the direct tax is that the taxpayer undertakes the burden of the tax. Also നമ്മളത് ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കുന്ന ആൾ അതിന്റെ ബേർഡൻ എത്രയാണെങ്കിലും അയാൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ കുറവാണെങ്കിൽ അത്രയും കുറച്ച് അടയ്ക്കുക, കൂടുതലാണെങ്കിൽ അത്രയും കൂടുതൽ അടയ്ക്കുക. ഇപ്പൊ ഡയറക്റ്റ് ടാക്സ് ആണ് പറഞ്ഞു വന്നത്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ the tax is paid by the person whom it is imposed. ആരിലാണോ ടാക്സ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് അയാൾ തന്നെ അടയ്ക്കുക. ആൻഡ് ടാക്സ് ബർഡൻ ഈസ് ഫെൽറ്റ് ബൈ ദ ടാക്സ് പെയർ. ടാക്സ് അടയ്ക്കുന്ന ആൾ തന്നെ അതിന്റെ ബർഡൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, മറ്റൊരാൾക്കും ആ ടാക്സ് അടയ്ക്കാനായിട്ട് സാധ്യമല്ല. അങ്ങനത്തെ ടാക്സിനെ നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ആൻഡ് ദെർ ഈസ് എ ടു കൈൻഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഡയറക്റ്റ് ടാക്സുകൾ അവിടെ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് പേഴ്സണൽ ഇൻകം ടാക്സ്. മലയാളത്തിൽ പറഞ്ഞാൽ വ്യക്തിഗത ആദായ നികുതി എന്നൊക്കെ പറയും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് നികുതി എന്ന് പറയും. ഇപ്പോൾ വാട്ട് അബൌട്ട് ദ പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ്? അതിനെ രണ്ടെണ്ണത്തെയും നമുക്ക് എന്താണ് എന്നൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദ പേഴ്സണൽ ഇൻകം ടാക്സ്. എന്താണ് പേഴ്സണൽ ഇൻകം ടാക്സ് അല്ലെങ്കിൽ വ്യക്തിഗത ആദായ നികുതി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ടാക്സ് ഓൺ ദ ഇൻകം ഓഫ് ദ ഇൻഡിവിജ്വൽ. പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന്
കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ഇൻകത്തിന്റെ പുറത്ത് നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് പേഴ്സണൽ ഇൻകം ടാക്സ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ ഇൻകം ഓഫ് ദി ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകത്തിന്റെ പുറത്ത് നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ്, ഇറ്റ് ഈസ് കോൾഡ് പേഴ്സണൽ ഇൻകം ടാക്സ്. ആൻഡ് ഇൻകം ടാക്സ് ഈസ് ആപ്ലിക്കബിൾ ടു ദ ഇൻകം ദാറ്റ് ഈസ് അബവ് ദ സർട്ടൺ ലിമിറ്റ്. അതായത് വരുമാനം കിട്ടുന്ന എല്ലാവരിൽ നിന്നും നമ്മളങ്ങ് ടാക്സ് കളക്ട് ചെയ്യത്തൊന്നുമില്ല, അപ്പോൾ ഇൻകം ടാക്സ് കളക്ട് ചെയ്യത്തൊന്നുമില്ല. അതായത് ഒരു സർട്ടൺ ലിമിറ്റ് നമ്മൾ പറയുന്നുണ്ട്, ഒരു സർട്ടൺ ലിമിറ്റ്, ഗവൺമെന്റ് തന്നെ ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. ആനുവലി ഇത്ര എമൗണ്ട് ഉള്ളവർക്ക് അല്ലെ അതിന് മുകളിലുള്ളവർ മാത്രം ടാക്സ് പേ ചെയ്താൽ മതി എന്നൊരു ലിമിറ്റ് ഗവൺമെന്റ് വെക്കുന്നുണ്ട്. ആ ലിമിറ്റിന് പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് മാത്രമേ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം. Then in India, the income tax is collected by the central government as per the Income Tax Act in 1961. മറ്റൊരു പ്രത്യേകത, ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗവൺമെന്റുകളുണ്ട്. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഡിസ്ട്രിക്ട് ഗവൺമെന്റ്, അങ്ങനെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് വരെ നമുക്ക് ഗവൺമെന്റ് അതോറിറ്റീസ് ആണ്. സോ ഇതിനകത്ത് പേഴ്സണൽ ഇൻകം ടാക്സ് അല്ലെങ്കിൽ വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്ന ആ ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് ആണ്. In India, the income tax is collected by the central government. Central government directly നമ്മളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ദെൻ അതെങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റ് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ 1961 ഒരു ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നു. ആസ് പെർ ദ ഇൻകം ടാക്സ് ആക്ട് ഇൻ 1961 the central government collect the tax from the individuals. അപ്പോൾ 1961 പേഴ്സണൽ ഇൻകം ടാക്സ് ആക്ടിൽ നിന്നാണ് എന്ത് ചെയ്തത്, നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന പേഴ്സണൽ ഇൻകം ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു നിയമം പാസ്സായത്. ദെൻ സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് കോർപ്പറേറ്റ് ടാക്സ്. രണ്ടാമത്തതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് നികുതി എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ നെറ്റ് ഇൻകം ഓർ പ്രോഫിറ്റ് ഓഫ് എ കമ്പനീസ്. അതായത് ഒരു കമ്പനിയുടെ നെറ്റ് ഇൻകത്തിന്റെ പുറത്തോ അതർവൈസ് പ്രോഫിറ്റ് ലാഭത്തിന്റെ പുറത്തോ ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി റൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു വർഷത്തിൽ ആ കമ്പനിയുടെ ടേൺ ഓവർ നോക്കിയിട്ട് അവരുടെ മാക്സിമം ഇൻകം നോക്കിയിട്ട് ആ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതർവൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഫ്രം ദ കമ്പനീസ്. ഓരോ കമ്പനികളുടെയും പ്രോഫിറ്റിൽ നിന്ന്, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഓരോ കമ്പനികളും ഉണ്ടാക്കുന്ന മാക്സിമം പ്രോഫിറ്റിൽ നിന്ന് അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് നമ്മളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ നെറ്റ് ഇൻകം ഓർ എ പ്രോഫിറ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ നെറ്റ് ഇൻകത്തിൻ്റെയോ പ്രോഫിറ്റിൻ്റെയോ പുറത്ത് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പരോക്ഷ നികുതി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ടാക്സ് പറഞ്ഞു. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ആരിലാണോ ഇമ്പോസ് ചെയ്യുന്നത് അയാൾ തന്നെ എന്ത് ചെയ്യുന്നു, ടാക്സ് പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കോൾഡ് ഡയറക്റ്റ് ടാക്സ്. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ആൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ദി ഇൻഡയറക്റ്റ് ടാക്സ് ദാറ്റ് ഈസ് ദ ടാക്സ് ബർഡൻ ക്യാൻ ഷിഫ്റ്റഡ് ഫ്രം ദ പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ടു അനദർ പേഴ്സൺ. അതായത് ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ടാക്സ് ഒരാളിൽ ഇമ്പോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട്. അതായത് ടാക്സ് ഒരാളിലേക്ക് നമ്മൾ ഇമ്പോസ് ചെയ്യുകയും എന്നാൽ ആ ടാക്സ് മറ്റൊരാൾ അടയ്ക്കുകയും ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ രീതി എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സ് മറ്റുള്ളവർ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ സപ്പോസ് ആൻ എക്സാമ്പിൾ, നമ്മളെല്ലാം കടകളിൽ പോയിട്ട് സാധനം വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ പോലും അറിയാതെ ടാക്സുകളൊക്കെ പല രീതിയിലും കളക്ട് ചെയ്യാറുണ്ട്. അത് ഈ ഇൻഡയറക്റ്റ് ടാക്സ് രീതിയിലാണ് അത് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ സപ്പോസ് ആൻ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വലിയൊരു ബിസിനസ് മാഗ്നറ്റ്
പുള്ളി വലിയൊരു കമ്പനി നടത്തുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയൊരു നോട്ട്ബുക്ക് കമ്പനി, ഇപ്പോൾ സപ്പോസ് ആൻ എക്സാമ്പിൾ ക്ലാസ്മേറ്റ് നോട്ട്ബുക്സ്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. വളരെ കോമൺ ആയിട്ടുള്ള നല്ലൊരു നോട്ട്ബുക്ക് ആണ് ക്ലാസ്മേറ്റ്. അപ്പോൾ നമ്മൾ ആ ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നു. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ഈ പറയുന്ന രീതിയിൽ ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്കിന് ടാക്സ് ഇമ്പോസ് ചെയ്യും. ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ആ നോട്ട്ബുക്ക് അത്രയും ഉണ്ടാക്കുന്നതിന് എന്തായാലും ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ടാക്സ് കൂടി ഗവൺമെൻറ് ഇത്രയും നോട്ട്ബുക്കിന് ടാക്സ് ഇമ്പോസ് ചെയ്യും. അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് അടയ്ക്കാൻ അതുണ്ടാക്കുന്ന ആൾക്ക് പറ്റാതെ വരുമ്പോൾ അത് നമ്മൾ കൺസ്യൂമറിലേക്ക് എന്ത് ചെയ്യും, ആ ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സപ്പോസ് ആൻ എക്സാമ്പിൾ നമ്മളൊരു 40 രൂപയ്ക്കാണ് നമ്മൾ നോട്ട്ബുക്കുകൾ വാങ്ങുന്നത്. ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്ക് ഏകദേശം അറൗണ്ട് 40 റുപ്പീസാണ് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ആൻ എക്സാമ്പിൾ ഈ പറയുന്ന നോട്ട്ബുക്ക് അവരുടെ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്ത് വരുമ്പോൾ ഏകദേശം അറൗണ്ട് ഒരു 30 റുപ്പീസ്, 30 രൂപയെ അതിന് എക്സ്പെൻഡിച്ചറായിട്ട് വരുന്നുള്ളൂ എന്ന് കരുതുക. അതായത് ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്സ് ഉണ്ടാക്കുമ്പോൾ അറൗണ്ട് ഒരു നോട്ട്ബുക്കിന് 30 രൂപയാണ് എക്സ്പെൻഡിച്ചർ വരുന്നതെന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു പ്രോഫിറ്റ് ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് ഒരാളും വിൽക്കാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നോട്ട്ബുക്ക് ഉണ്ടാക്കിയ ആൾ ലാഭം നോക്കി ഒരു 5 രൂപയുടെ കൂട്ടി 35 രൂപയ്ക്ക് ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്ക് വിൽക്കാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ 35 രൂപയ്ക്ക് വിൽക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പുറത്ത് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നോട്ട്ബുക്കിൻ്റെ പുറത്ത് ടാക്സ് ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ കുറേ ലക്ഷക്കണക്കിന് രൂപ ചിലപ്പോൾ ടാക്സ്, അല്ലെ 10,000 കണക്കിന് രൂപ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ടാക്സ് അടച്ചു കഴിയുമ്പോൾ ഈ 30 രൂപയ്ക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി എക്സ്പെൻഡിച്ചർ ചിലവായി, മൊത്തത്തിൽ എക്സ്പെൻഡിച്ചറായി, അതിൻ്റെ കൂടെ ടാക്സ് കൂടെ അടച്ചു കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് ആയി. അപ്പോൾ ഈ 35 രൂപയ്ക്ക് വിറ്റ് കഴിയുമ്പോൾ ലാഭം ഉണ്ടാകുന്നില്ല എന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ 35 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരുന്ന പ്രൊഡക്റ്റ് കുറച്ചുകൂടി വില കൂട്ടി അത് 40 രൂപയിലേക്ക് എത്തിക്കും. അതായത് 40 രൂപയിലേക്ക് എത്തിക്കുമ്പോഴും പുള്ളിക്കാരൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, യാതൊരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? നേരത്തെ 30 രൂപ ടോട്ടൽ എക്സ്പെൻഡിച്ചറായി, 5 രൂപ പ്രോഫിറ്റ് ഇട്ടു, അങ്ങനെ 35 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചു. അപ്പോഴാണ് ടാക്സ് കൊണ്ടുവരുന്നത്. ടാക്സ് കൊണ്ടുവന്നപ്പോൾ 35 രൂപയ്ക്ക് വിറ്റാൽ 30 രൂപ പ്രോഡക്റ്റ് ആയി, 5 രൂപ അവർക്ക് ഒരു ബുക്കിന് പുറത്ത് ടാക്സ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ 35 രൂപയായി. 35 രൂപയ്ക്ക് തന്നെ വീണ്ടും വിറ്റാൽ അത് നഷ്ടമാകുമെന്ന് കണ്ടാൽ അപ്പോൾ എന്ത് ചെയ്യും, പുള്ളി ഒരു 5 രൂപയുടെ കൂട്ടി. അപ്പോൾ 30 രൂപ അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ അത് പ്രോഡക്റ്റിൻ്റെ എക്സ്പെൻഡിച്ചറും, 5 രൂപ നമ്മൾ പോലും അറിയാതെ നമ്മൾ ടാക്സ് കൊടുത്തു, പിന്നെ 5 രൂപ അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ പോയി. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു നോട്ട്ബുക്ക്, അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, അതേപോലെ നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ വസ്തുക്കളും എന്ത് ചെയ്യുന്നു, നമ്മൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വാങ്ങുന്ന എല്ലാ വസ്തുക്കളിലും നമ്മൾ പാക്ക് ചെയ്ത് വാങ്ങുന്ന സാധനങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇപ്പൊ തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ക്ലാസ്മേറ്റ്സിന്റെ ഒക്കെ നോട്ട്ബുക്ക് ഇരിപ്പുണ്ടെങ്കിൽ അതിന്റെ നോട്ട്ബുക്കിന്റെ ബാക്ക് പേജ് എടുത്ത് വെച്ച് നോക്കിയാൽ, ഏറ്റവും ബാക്ക് ബൈൻഡ് പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ബാർ കോഡും അതിനോടൊപ്പം നമ്മുടെ പ്രൊഡക്റ്റിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തപ്പോൾ ഉണ്ട് പ്രൊഡക്റ്റിന്റെ റേറ്റ് ഇത്ര രൂപയാണ്, ആൻഡ് അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇൻക്ലൂസീവ്സ് ഓഫ് ഓൾ ടാക്സസ്, എല്ലാ ടാക്സും ഉൾപ്പെടെ ഇത്ര രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തതെന്നാണ് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്തു, ആ സാധനത്തിന് അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത ആൾ കൊടുക്കേണ്ട ടാക്സ് നമ്മളിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്ത് തന്ന് നമ്മൾ അയാൾക്ക് വേണ്ടി ആ ടാക്സ് കൊടുത്തു. അപ്പോൾ ഈ പറയുന്ന മാനുഫാക്ചർ ചെയ്ത ആൾക്ക് വലിയൊരു എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ ഇത്രയും ബുക്സിനും കൂടെ ഇമ്പോസ് ചെയ്ത് കൊടുത്തത്. എന്നാൽ അത് അത്രയും എമൗണ്ട് അയാൾ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാ ബുക്കിനകത്തൂടെ ഡിവൈഡ് ചെയ്ത് ചേർത്ത് വിട്ടപ്പോൾ അയാൾക്ക് വലിയൊരു എമൗണ്ട്, ചിലപ്പോൾ 50,000 1 ലക്ഷം രൂപയെ ടാക്സ് അടയ്ക്കേണ്ട സ്ഥാനത്ത് അത് എല്ലാ ബുക്കിലേക്കും അയാൾ എന്ത് ചെയ്തു, അതിൻ്റെ ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്ത് വിട്ടു. അപ്പം നമ്മളിൽ നിന്ന് ഒരാളിൽ നിന്ന് 5 രൂപ അതിൽ താഴെയോ എമൗണ്ട് ടാക്സ് ആയിട്ട് അദ്ദേഹം കളക്ട് ചെയ്തു. 50,000 രൂപ ഒരുമിച്ച് പോകുന്ന അത്രയും ഭാരം നമുക്കുണ്ടാകുന്നുണ്ടോ ഇവിടെ? നമ്മളിൽ നിന്ന് ചുരുങ്ങിയത് എത്ര രൂപ, 2, 3, 4, 5 രൂപ മാത്രമേ ടാക്സ് ആയിട്ട് പോകുന്നു. നമ്മൾ പോലും അറിയാതെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കും. അത് നമ്മൾ പാക്ക് ചെയ്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് നമ്മൾ പാക്ക് ചെയ്ത് വാങ്ങുന്ന ഏത് പ്രൊഡക്റ്റിനും ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് നടത്തുന്നത്. നമ്മൾ എന്തെല്ലാം പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്ത് വാങ്ങുന്നു, ആ പാക്ക് ചെയ്ത് വാങ്ങുന്ന പ്രൊഡക്റ്റുകളുടെ എല്ലാം പുറത്ത്,
പേരുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ബാക്കിൽ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കൊടുത്തേപ്പോണ്ട് അതിനകത്ത് പേയ്മെൻറ്റ് റേറ്റ് എത്രയാണെന്ന് കൊടുത്തേപ്പോണ്ട് ആ റേറ്റിനകത്ത് ബ്രാക്കറ്റിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് കൊടുത്തേപ്പോണ്ട് ഇൻക്ലൂസീവ്സ് ഓൾ ടാക്സസ് എല്ലാ ടാക്സും ഉൾപ്പെടെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. ടാക്സ് ഒരാളിൽ ഇമ്പോസ് ചെയ്യുന്നു. ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ വൺ പേഴ്സൺ ആൻഡ് പെയ്ഡ് ബൈ അനദർ. ഒരാളിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുകയും അത് മറ്റൊരാൾ അടയ്ക്കുകയും ചെയ്യുന്നു. ആൻഡ് ടാക്സ് ബർഡൻ ഈസ് നോട്ട് ഫെൽഡ് ബൈ ദ ടാക്സ് പെയർ. ടാക്സ് ബർഡൻ എന്ത് ചെയ്യുന്നില്ല? ടാക്സ് അടയ്ക്കുന്ന ആൾ അറിയുന്നത് പോലുമില്ല. നമ്മളൊരു പേന വാങ്ങുന്നു, 5 രൂപയുടെ ലെക്സി പേന വാങ്ങുന്നു, 50 പൈസ ആയിരിക്കും നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. നമ്മൾ പോലും അറിയാതെ 5 രൂപയുടെ ലെക്സി പേനയും വാങ്ങി നമ്മൾ വീട്ടിൽ പോരും. അപ്പോൾ ടാക്സ് ബർഡൻ ടാക്സ് അടയ്ക്കുന്ന ആൾ അറിയുന്നതേ ഇല്ല. അതേസമയം നമ്മൾ നേരത്തെ ഡയറക്റ്റ് ടാക്സിനകത്ത് ഇൻകം ടാക്സിനകത്ത് ഒരു 1000 രൂപ ഗവൺമെൻറ് അങ്ങ് പിടിച്ചു. നമ്മൾ വിചാരിക്കും അയ്യോ 1000 രൂപ അങ്ങ് പോയി. ടാക്സ് ബർഡൻ ടാക്സ് അടയ്ക്കുന്ന ആൾ അറിയുന്നുണ്ട്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് വരുമ്പോൾ ടാക്സ് അടയ്ക്കുന്ന ആൾ ഇതൊന്നും അറിയാതെ ടാക്സ് അടച്ച് സാധനം വാങ്ങിപ്പോരുന്നു. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇൻഡയറക്റ്റ് ടാക്സ് പലതരത്തിലുള്ള ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു. ഈ ഒരുപാട് ടാക്സുകളെ എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ അതൊന്ന് കൺക്ലൂസീവ്സ് ആയിട്ട് ഒരു ഇൻക്ലൂഡ് ചെയ്ത് ഒരൊറ്റ ടാക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇറ്റ് വിൽ ബി ടേംഡ് ആസ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ്. നമ്മളിപ്പോൾ മാർജിൻ ഫ്രീകളിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ബില്ല് തരും. ബില്ല് തന്നു കഴിയുമ്പോൾ അതിനകത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബില്ലിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് സാധനം നമ്മൾ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ വഴി നമ്മൾ ഓൺലൈൻ പർച്ചേസിങ് നടത്തുമ്പോൾ ബില്ലുകളൊക്കെ നമുക്ക് ഒരുപാട് കിട്ടാറുണ്ട്. ആ ബില്ലിനകത്തൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ റേറ്റ്, അത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടെങ്കിൽ അത്, പിന്നീട് GST, അത് സെൻട്രൽ GST, ദെൻ സ്റ്റേറ്റ് GST, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും, ആൻഡ് ഓൾസോ ദ ഇൻ്റഗ്രേറ്റഡ് GST. ഇൻ്റഗ്രേറ്റഡ് GST എന്ന് പറയുന്ന സംഭവമുണ്ട്. അതും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ടാക്സ് വരുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് പലതരത്തിലുണ്ടായിരുന്നു, ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു. അതിനെ എല്ലാം കൂടി കോമൺ ആക്കിയിട്ടാണ് നമ്മൾ GST എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു കോമൺ ടാക്സ് ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ GSTയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് GST വരുന്നത്, ഏതൊക്കെ ടൈപ്പാണ്, എങ്ങനെ വന്നു, എന്ത് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം GSTയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടാക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ടാക്സിനകത്ത് ഡയറക്റ്റ് ടാക്സ് പറഞ്ഞു, ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞു, ഡയറക്റ്റ് ടാക്സിൽ പേഴ്സണൽ ഇൻകം ടാക്സ് പറഞ്ഞു, കോർപ്പറേറ്റ് ടാക്സ് പറഞ്ഞു, ദെൻ ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞു, അതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇൻഡയറക്റ്റ് ടാക്സിൽ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകളെ നമ്മൾ ഇൻക്ലൂസീവായിട്ട് GST എന്ന് പറയുന്ന ഒറ്റ ടാക്സിലേക്ക് മാറ്റി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ GST എന്ന് പറയുന്ന ടാക്സാക്കി മാറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ GSTയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതും അതിനെ ബേസ് ചെയ്ത് പിന്നീട് നമുക്ക് നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബാക്കി അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.